ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ദിനവൃത്താന്തം അതിൻ്റെ 18-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. 18-ാം അധ്യായത്തിൽ ദാവീദ് ചെയ്യുന്നതായ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. 17-ാം അധ്യായത്തിൽ ദാവീദ് ദേവാലയം പണിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. യഹോവയായ ദൈവം നാഥാനിലൂടെ പറഞ്ഞു, ദാവീദിനത് സാധ്യമല്ല. ദാവീദിൻ്റെ മക്കളുടെ കാലത്ത് അത് സാധ്യമാകും. കാരണം എന്തെന്ന് അവിടെ വ്യക്തമായി പറയുന്നില്ല. എന്നാൽ 1 ദിനവൃത്താന്തം 22:8, 28:3 വാക്യങ്ങളിലേക്ക് നമ്മളിനിയും അവിടെ ആ ഭാഗം വായിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ സ്ഥലത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, ദാവീദ് ധാരാളം യുദ്ധം ചെയ്ത ആളാണ്, അവൻ്റെ കരം രക്തം പുരണ്ടതാണ്. ദാവീദ് ഒരുപാട് ശത്രു രാജ്യങ്ങളോട് അവൻ രാജാവാണ്, അവന് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. യുദ്ധം ചെയ്യുന്നതായ സമയത്ത് അവൻ്റെ കൈകളിൽ രക്തം പുരളും. അതുപോലെ തന്നെ കഴിഞ്ഞാൽ നമ്മൾ കണ്ടതുപോലെ ഊരിയാവിൻ്റെ ഭാര്യയെ ബേർശേബയെ സ്വന്തമാക്കാൻ വേണ്ടി ഊരിയാവിനെ അവൻ ഹീനമായ രീതിയിൽ വധിക്കുവാൻ ഉള്ള കാരണക്കാരനായി തീർന്നു. അതൊക്കെ കൊണ്ടാവാം ദൈവം ദാവീദിനോട് പറഞ്ഞു, നീ ദേവാലയം പണിയരുത്, നിൻ്റെ തലമുറകളിലൂടെ അതിനുള്ള ഒരു സാധ്യത ഉണ്ടാവും. അങ്ങനെ നമുക്കറിയാം. അതിന് ശേഷം പിന്നെ ശലോമോൻ ദേവാലയം പണിത കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ദൈവം ദാവീദിനെ അതിന് അനുവദിക്കാത്തത്. എന്നാൽ ദാവീദ് ധാരാളം യുദ്ധം ചെയ്യേണ്ടതായ സാഹചര്യം ദാവീദിൻ്റെ ജീവിതത്തിൽ ഇവിടെ വരികയാണ്. അവനെ നമുക്കറിയാം, ആ ഫെലിസ്ത്യരെ യുദ്ധത്തിൽ ഇത് തോൽപ്പിക്കുന്നുണ്ട്. മോവാബിലെ സിറിയക്കാരെയൊക്കെ അവൻ യുദ്ധത്തിൽ അവനെ തോൽപ്പിക്കുന്നുണ്ട്. അത് ദാവീദിന് സാധിക്കുന്നതിന് മുമ്പുള്ള പുസ്തകങ്ങൾ വായിച്ചതുപോലെ യഹോവ ദാവീദിൻ്റെ കൂടെയുണ്ട്. ദൈവത്തെക്കുറിച്ച് സൈന്യങ്ങളുടെ യഹോവ എന്നാണ് ഇസ്രായേൽ ജനം പറയുക. ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാണെന്നുള്ള അവരുടെ വിശ്വാസം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ്. ഫെലിസ്ത്യരും മോവാബ്യരും അമ്മോന്യരുമൊക്കെ ഇസ്രായേൽ ജനത്തേക്കാൾ കൂടുതൽ ശക്തന്മാരാണ്. പക്ഷെ അവരെയൊക്കെ തോൽപ്പിക്കാൻ ഈ ചെറിയ ഇസ്രായേലിന് സാധിച്ചത് ദൈവം അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹൈന്ദവ ആ ഒരു സംസ്കാരത്തിൽ കുരുക്ഷേത്ര യുദ്ധം നമ്മൾ നേരത്തെ കണ്ടതാണ്. അവിടെ പാണ്ഡവന്മാരും അല്ലെങ്കിൽ പഞ്ചവന്മാരും തമ്മിലുള്ളതായ ഒരു യുദ്ധം. അതിലെ പഞ്ചപാണ്ഡവന്മാരുടെ കൂടെ 5 പേരേ ഉള്ളൂ. പക്ഷേ ശ്രീകൃഷ്ണൻ അവരുടെ കൂടെയാണ്, ദൈവം അവരുടെ കൂടെയാണ്, നീതി അവരുടെ കൂടെയാണ്. എന്നാൽ മറുവശത്തുള്ള കൗരവന്മാർ 100-ലധികം ആളുകളുണ്ട്. അവരെ തോൽപ്പിക്കാൻ ഇവർക്ക് സാധിച്ചത് കൃഷ്ണൻ, ദൈവം അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അത് നമുക്ക് തരുന്ന ഒരു ചിന്ത ഇതാണ്, എപ്പോഴും അനീതിയുടെ ഭാഗത്താണ് ആളുകൾ കൂടുതൽ, സത്യത്തിൻ്റെ ഭാഗത്ത് ആളുകൾ വളരെ കുറവായിരിക്കും. എന്നാൽ ദൈവം എപ്പോഴും ആ സത്യത്തിൻ്റെ കൂടെയായിരിക്കും. ആത്യന്തിക വിജയം ആ സത്യത്തിനായിരിക്കുമെന്നുള്ളൊരു ദൂത് അതിലൂടെ നമുക്ക് ലഭ്യമാകുന്നുമുണ്ട്. ഇവിടെ ദാവീദ് ഇസ്രായേൽ ജനം മറ്റുള്ളവരെക്കാൾ വലിയ സമൂഹമല്ലെങ്കിലും ദൈവം അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ വിജയത്തിന് കാരണം. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആരാധന അണയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ദാവീദിൻ്റെ മനോഭാവം കഴിഞ്ഞ പുസ്തകത്തിൽ നമ്മൾ കണ്ടതാണ്, അധ്യായത്തിൽ കണ്ടതാണ്. ഞാൻ ദേവദാരു കൊണ്ടുള്ള ഒരു കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പേടകം അതൊരു തിരശ്ശീലയ്ക്കകത്തിരിക്കാൻ പാടില്ല. ആ മനോഭാവം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മളോട് ഉണ്ടാകും, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിനുശേഷം മോവാബിലെ അദ്ദേഹം കീഴടക്കിയ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. മുൻ സാമുവേൽ പുസ്തകത്തിൽ നമ്മളിത് വായിച്ചതാണ്. മോവാബിയരോട് ദാവീദ് ചെയ്ത വലിയ ക്രൂരതയുണ്ട്. കാരണം അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ വധിക്കാൻ വേണ്ടി അദ്ദേഹം നിന്നു. ആ കാര്യങ്ങളൊന്നും ഇവിടെ എടുത്തു പറയുന്നില്ല. കാരണം ദാവീദിനെ ഒരു നല്ല മനുഷ്യനായി അവതരിപ്പിക്കാനുള്ള ദിനവൃത്താന്തക്കാരൻ്റെ ഒരു ശ്രമമായിരിക്കാം. അങ്ങനെയുള്ള ദാവീദ് ചെയ്ത ഹീനകൃത്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും രേഖപ്പെടുത്താതെ ദാവീദിനെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്കൊരു നല്ല അഭിപ്രായം ഉണ്ടാകത്തക്ക രീതിയിൽ മാത്രമാണ് ഇതെല്ലാം എഴുതുന്നത്. ദാവീദിനെ ഒരു ഉത്തമ പുരുഷനായി കാണിക്കാനുള്ള ശ്രമമായിരിക്കും അതിൻ്റെ പിന്നിൽ ഉള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം സിറിയക്കാരെ ഒക്കെയും യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് അവരെ അടിമകളാക്കുന്നു. അവിടെ നിന്ന് സ്വർണവും പിച്ചളയും അലൂമിനിയം മറ്റെല്ലാ വെള്ളിയും എല്ലാം അദ്ദേഹം ശേഖരിച്ചു വയ്ക്കുന്നു.
അങ്ങനെ ദാവീദ് ശേഖരിച്ചു വെച്ചതായ പിത്തള കൊണ്ടൊക്കെയാണ് പിന്നെ ശലോമോൻ്റെ കാലത്ത് അദ്ദേഹം യെരൂശലേം ദേവാലയത്തോട് ചേർന്ന് ജലസംഭരണിയും സ്തംഭങ്ങളും പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയത് ദാവീദ് യുദ്ധം ചെയ്ത് ശേഖരിച്ചു വെച്ചതായ ആ പിത്തള, ചെമ്പ് മുതലായ കാര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ സ്വർണം കൊണ്ടും ഒക്കെയാണ്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും, ദേവാലയത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത് ദാവീദാണ്. അതിനുള്ള എല്ലാം അദ്ദേഹം ഒരുക്കി കൊടുത്തു. പക്ഷേ ദൈവം പറഞ്ഞാൽ അദ്ദേഹം വളരെ സംതൃപ്തനാണ്. എന്നിലൂടെ സാധിക്കില്ല, എൻ്റെ കരം രക്തം പുരണ്ടതാണ്, പക്ഷേ എൻ്റെ സന്തതികളിലൂടെ ദൈവം അത് ചെയ്യുമെന്നുള്ള വാഗ്ദത്തത്തിൽ ദാവീദ് ഉറച്ച് വിശ്വസിക്കുകയാണ്. പിന്നീട് ദാവീദിനെതിരെ യുദ്ധം ചെയ്ത അരാമിയുടെ തലവനായിരുന്ന ഹദദേസറിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദ് അവരെ ആവർത്തിച്ച് അവരെ തോൽപ്പിച്ച് അവരെ അടിമകളാക്കുന്നുണ്ട്. ഈ യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ ചിന്തിച്ചതാണ്, ഒരിക്കൽ കൂടി പറയട്ടെ. നമുക്ക് പുതിയ നിയമത്തിൽ രാജ്യങ്ങളോടല്ല മനുഷ്യനോടുള്ള യുദ്ധം പിശാചിനോടാണ്. ഈ പിശാചിനോടുള്ള യുദ്ധമാണ് നമ്മൾ ജയിക്കേണ്ടത്. കർത്തവ്യ പ്രാർത്ഥനയിലും കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുകൊണ്ടാണ് പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് വിടുവിക്കണമേ. ആ പിശാച് ജഡം, ലോകം, പിശാചും ഓരോ പോരാട്ട സഭയിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. പൈശാചിക പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഓരോ കാര്യങ്ങളിലും ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കണം. അതിജീവിക്കുന്നത് നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോഴാണ്. ദൈവം നമ്മളോടുകൂടി ഇരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തിയാൽ അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതിനാണ് നമ്മൾ വേദപുസ്തകം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ അതിനുവേണ്ടി ശക്തി ലഭിക്കാനും വേണ്ടിയാണ്. 91-ാം സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും ഉയരപ്പെട്ടവൻ്റെ നിഴലിൽ വസിക്കുകയും ചെയ്യുന്നവൻ അവനൊന്നും ഭയപ്പെടേണ്ടതായ കാര്യമില്ല. അവനൊന്നും ഭയപ്പെടേണ്ടതായ യാതൊരു കാര്യവുമില്ല. അവന് ചുറ്റും ദൈവം കാവൽമാലാഖമാരെ ഏർപ്പെടുത്തുമെന്നുള്ളത്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനോ നിന്നെ പ്രകൃതി ശക്തികളൊന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. നിന്റെ വലതുഭാഗത്ത് അനേകർ വീഴും, പക്ഷെ നീ വീഴുകയില്ല. കാരണം അത്യുന്നതൻ നിന്നോടൊപ്പം നിന്നുണ്ടായിരിക്കും. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ആ സങ്കീർത്തനങ്ങളൊക്കെ ആവർത്തിച്ച് ചൊല്ലുവാൻ നമ്മുടെ പിതാക്കന്മാർ എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇതൊക്കെ ക്രമീകരിച്ചെന്ന് നമ്മൾ ഓർക്കണം. അതൊരു വലിയ ഒരു പോസിറ്റീവ് എനർജിയാണ്. ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വലിയ ബോധ്യം, ആ ഒരു വലിയ ചിന്ത എനിക്ക് കൂടുതൽ ധൈര്യവും പ്രത്യാശയും നൽകുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൽ പൂർണ്ണ സമർപ്പിതമായി ജീവിപ്പാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ട് ദാവീദിൻ്റെ ജീവിതത്തിലെ വിജയത്തിന് കാരണം അവൻ ദൈവത്തോടൊപ്പവും ദൈവം അവനോടൊപ്പവുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവമേ, പരിശുദ്ധാത്മാവേ, ശത്രുവാകുന്ന സാത്താൻ്റെ പൈശാചികമായുള്ള പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും അതിജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ഈ വലിയ വെളിച്ചമാകുന്ന ഇത് വചനം വായിച്ച് അതിൽ ശക്തി പ്രാപിപ്പാൻ നമുക്കിടയായി തീരട്ടെ. ദൈവം അതിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.